ഹലോ. എന്തിനാ ഈ നാടകം കളിക്കുന്നത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാൻ എന്താ ചെയ്തേന്? നീ ഇൻസ്റ്റാഗ്രാം തന്നു, നീ അല്ലല്ലോ അതിൽ ചാറ്റ് ചെയ്യുന്ന. ഞാൻ തന്നെയാണ് ചാറ്റ് ചെയ്യണേ. ഞാൻ എനിക്ക് എന്താ നിങ്ങളെ ഞാൻ ഇക്കൂന്ന് വിളിച്ചതാണ് ഇപ്പൊ തെറ്റ്? ഞാനിവിടെ എല്ലാരെയും അങ്ങനൊക്കെ തന്നെയാണ് വിളിക്കണേ, മനസ്സിലായാ? ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കാം, നിന്നെ എനിക്ക് വിശ്വസിക്കാമോ? നിങ്ങക്ക് വിശ്വസിക്കണമെന്നെ വിശ്വസിക്കും. ഞാൻ അങ്ങനെ ആരെയും ഞാൻ ചതിക്കലില്ല. നീ എന്നെ ഇപ്പൊ ഇൻസ്റ്റയിൽ വിളിച്ചേ, ഞാൻ അൺബ്ലോക്ക് ചെയ്യാം. ഇൻസ്റ്റയിൽ വിളിക്കാൻ ഇപ്പോഴോ? കോൾ ചെയ്യാൻ ഇപ്പൊ വിളിക്കണോ? ഓഡിയോ? അതെ. നിർബന്ധ? എനിക്കാണെങ്കിൽ ഇങ്ങനെ വിളിക്കണത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണേ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് വിളിച്ചാൽ മതി. എന്തിനാ? നമ്മൾ ഇവിടെ സംസാരിക്കാലോ, പിന്നെന്താ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. അപ്പൊ നീ എന്തൊക്കെ പറഞ്ഞാലും ആണ്. നിന്നെ എല്ലാ തരത്തിലും ഇഷ്ടമാണ്. ആസ് എ പാർട്ണറാക്കാനും എല്ലാ തരത്തിലും ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എന്നെ പറ്റിക്കാണോ ഉള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷെ വേണ്ടത് ഇപ്പൊ വിളിക്കേണ്ട കാര്യം എനിക്കെന്തോ പേടി. ഞാൻ അങ്ങനെ ആരും വിളിക്കലില്ല, അതുകൊണ്ടാണ്. അതില് മെസ്സേജ് അയക്കേ. വേണ്ട, നമുക്ക് ഇതിൽ അയക്കാം. എനിക്ക് പേടിയാണെങ്കിൽ ഞാൻ അതിൽ അയക്കുന്നില്ല. ഞാൻ മറ്റേ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തു. മറ്റേ SM-ലുള്ള മറ്റേ ഐഡി ഞാൻ പെർമനന്റ്ലി ഡിലീറ്റ് ആക്കി. അത് ഒരുപാട് ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്ന എനിക്കൊരു ഡൗട്ട് പോലെ, സത്യമായിട്ട്. ഞാൻ ഓപ്പൺ ആയിട്ടൊരു കാര്യം ചോദിച്ചാൽ ഓപ്പൺ ആയിട്ട് റിപ്ലൈ തരുമോ? നീ എന്റെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്റെ ഏത് തരത്തിലുള്ള വന്നത്? പക്ഷെ ഓക്കെ, എനിക്കും അങ്ങനെ തന്നെയാണ്. മോർ ദാൻ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ നിന്നെ കാണുന്നത്. എങ്ങനെ? മോർ ദാൻ ഒരു ഫ്രണ്ടായിട്ട് ഞാൻ നിന്നെ കാണുന്നത്. എന്താ? അതിപ്പോഴേ വേണോ? നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ടൊക്കെ പോരെ? എനിക്ക് തന്നെ പറ്റി എനിക്ക് എന്താ, ഒരു മിനിറ്റ് ഞാൻ കിച്ചണിലാണ്, അതുകൊണ്ടാണ് ഇത്രയും വോയിസ് ഇതാവണേ. കുട്ടി, ഞാനതാ പറഞ്ഞു, നമുക്ക് ഇൻസ്റ്റയിൽ വിളിക്കുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം? എനിക്ക് വിളിക്കാൻ പേടിയാണോ? സീരിയസ്ലി വേറെ കൊണ്ടും അല്ല. നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന പോലെ അല്ലല്ലോ നമ്മൾ ഇൻസ്റ്റയിൽ വിളിച്ച് സംസാരിക്കുന്നത്. ഓക്കെ, ഇതിൽ സംസാരിക്കാം. അല്ല നമ്മൾ ഡിലീറ്റ് ചെയ്ത അക്കൗണ്ട് വീണ്ടും കിട്ടാൻ എന്താ ചെയ്യാൻ പറ്റുക? ഡിലീറ്റ് ചെയ്ത ഏത്? അതൊന്നും കൂടി ഓപ്പൺ ആക്കി നോക്ക്. ഞാൻ ഒരു കാര്യം പറയും, ഞാൻ അതിൽ നിന്നെ മാത്രമേ ആഡ് ആക്കുള്ളൂ. നിന്നോട് മാത്രമേ സംസാരിക്കുള്ളൂ, വേറെ ഒരാളായിട്ട് വരണ്ട. മൊഞ്ചുമ്മേനോട് സംസാരിക്കോ? കാര്യം എനിക്ക് ഇല്ലെങ്കിൽ അങ്ങേര് കിടന്ന പ്രശ്നം ഉണ്ടാക്കും, അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ നിന്നോട് മാത്രമായിട്ട് സംസാരിക്കാന്ന് ഞാൻ എന്താക്കാം? അല്ല, അങ്ങനെയുള്ളപ്പോൾ ഞാൻ മൊഞ്ചുമ്മേനോട് പറയാം, മൊഞ്ചുമ്മ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരാം. എനിക്ക് നിന്നെ കാണാൻ പറ്റുമോ? വേണ്ട ഇപ്പൊ വേണ്ട, എനിക്ക് പേടിയാണ്. ഞാൻ സേവ് ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒരു ഫോട്ടോ അയച്ചാൽ മതി. വേണ്ട, എനിക്ക് പേടിയുണ്ടോ? ഞാൻ സീരിയസ്ലി പറഞ്ഞു, എനിക്ക് അങ്ങനെ ഫോട്ടോസ് ഒക്കെ തരും എന്നുവെച്ചാൽ ഒന്ന് പരിചയമാവട്ടെ, നന്നായിട്ട് നമ്മളൊന്ന് എന്താ പറയാ, ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രണ്ട്ഷിപ്പ് ആവട്ടെ. ഒരു കാര്യം പറയാം, ഞാനൊരു തരത്തിലും ഒരാളെ മിസ്യൂസ് ചെയ്യുന്ന ആളൊന്നുമല്ല. എനിക്ക് തോന്നി, എനിക്ക് നിന്നെ കാണാൻ തോന്നി, അത് നിന്റെ ഫുൾ സൈസ് ഫോട്ടോ ഒന്നും, എനിക്ക് നിന്റെ മുഖം മാത്രം ഒന്ന് കണ്ടാൽ മതി. നമുക്കൊന്ന് നന്നായിട്ടൊന്ന് സംസാരിച്ചിട്ട് പോരെ? ഞാൻ ഇട്ട് തരയില്ല എന്ന് ഞാൻ പറയില്ല. ഓക്കെ. ആരോ വന്നിക്കണല്ലോ. എന്റെ ഫ്രണ്ടാ. ഓക്കെ. പിന്നെന്താ? വേറെന്താണ്? കഴിച്ചാ? ഫുഡൊക്കെ കഴിച്ചോ? അതോ നോമ്പാണോ? നോമ്പൊന്നുമില്ല. അതെന്തേ? നോമ്പില്ല. നോമ്പെടുത്തില്ല തെറ്റല്ലേ? നോമ്പെടുക്കാത്തതിനൊരു കാരണം ഉണ്ടാകും, നിന്നോട് പറയാൻ പറ്റുമെന്നുള്ള അറിയില്ല. എന്ത് പറ്റി?
നോമ്പെടുക്കാത്തതിന് പറയ്. എനിക്കറിയില്ല. അതാ എന്താന്ന് പറയ്. ചിലപ്പോ നീ പറഞ്ഞാൽ അയ്യേ ഇതൊക്കെ ഞാൻ പറയണമെന്ന് ചോദിക്കും. അതിനെ കൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഓക്കെ. കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയാൻ കുഴപ്പമൊന്നുമില്ല. കേൾക്കാൻ ഓക്കെയാണ്, ഞാൻ പറയാൻ ഓക്കെയാണ്. പറഞ്ഞു പറ്റേ. പറ. നീ എന്താക്കുക? ഞാൻ ഫുഡ് കഴിക്കാം. ഞാൻ ഇപ്പോഴാ കഴിക്കണം. രാവിലെ ഞാൻ എഴുന്നേക്കാൻ ലേറ്റ് ആയി പോയി. ഞാൻ സത്യമായിട്ട് എന്റെ മനസ്സിൽ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്നൊക്കെ ഒരു തോന്നലായി പോയി. അപ്പൊ മറ്റേ മൂപ്പര് അവിടെ ഇരുന്ന് മെസ്സേജ് അയക്കുന്ന പറയുന്നുണ്ട്. എന്താ ചെങ്ങന്റെ പേര്? നിങ്ങൾ അവിടെ ഇരുന്ന ഉണ്ണിക്കണ്ണ. അത് മറ്റേ പുള്ളിന്റെ ഫ്രണ്ടാണ്. അയ്യോ ഒരു മിനിറ്റ് പോലെ തിരക്കാണോ? ഹലോ, തിരക്കാണോ? പറയ്. എനിക്കിതില് സത്യമായിട്ടും എന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതിലേക്ക് വരും. അപ്പൊ ഇതില് സംസാരിക്കാൻ നിന്നോട് ഇങ്ങനെ സംസാരിക്കാൻ ഒരു കംഫർട്ട് ഇല്ലാത്ത പോലെ ഉണ്ട്. ഞാൻ ഇതിൽ വിളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചത്. പിന്നെ നിനക്ക് മറ്റേ ഐ ഡി തന്നതും അതുകൊണ്ടാണ്. അതിലാകുമ്പോ നീ വേറെ ആരും വരില്ലല്ലോ ആ ഐ ഡിയില്. അപ്പഴാണെങ്കിൽ നീ ഒരു ജാതക്കുള്ള ആളെ കൂട്ടിയിട്ട് വന്നു. എന്റെ തലതൊട്ട കാര്യം വരുന്നേ. എന്താ അങ്ങനെ? നിന്റെ ശരിക്കും പേരെന്താ? യക്ത? എന്റെ ഓജി നെയിമാണ് യക്ത. ആണോ? അങ്ങനെ. എന്റെ ആദ്യത്തെ പേര് അത് ഇതായിരുന്നു, അച്ചായത്തി എന്നായിരുന്നു. അച്ചായത്തി പെണ്ണാണല്ലേ? അങ്ങനെയൊക്കെ പറയാം. താൻ ഇന്നലെ ആലോചിക്കാന്ന് പറഞ്ഞല്ലേ ഒരു കാര്യം, അത് ആലോചിച്ചോ? എന്ത്? ഞാൻ പറഞ്ഞപ്പോ അവിഹിതത്തിന്റെ മുകളിലൊരു അവിഹിതം വേണോന്ന് ചോദിച്ചു. ഓ അങ്ങനെ, അത് വേണോ? അങ്ങനെ അല്ലേ തന്നെ ഭ്രാന്തനാ. അത് വേണോന്ന് വെച്ചാൽ നീ ഓഫർ ചെയ്യുകയാണെങ്കിൽ ഞാൻ തട്ടിക്കളയില്ല. വേറെ നീ മാത്രം അറിഞ്ഞാ പോരെ? നോക്കാം. ആദ്യം തന്നെ പറ്റി എനിക്കൊന്നറിയണം. തൻ്റെ ക്യാരക്ടറിനെ പറ്റി എനിക്കറിയണം. ഞാൻ ക്യാരക്ടറും എൻ്റെ ഏകദേശം ഞാൻ തന്നെ പറഞ്ഞുതരാം. പിന്നെ നീ വഴിയെ അറിഞ്ഞോളൂ. ഓക്കെ. ഞാൻ അത്യാവശ്യമായി നോക്കുന്ന ആളാണ്. കുറച്ച് പെൺപിള്ളേരോട് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിരമായിട്ട് ഒരാളായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കാനുള്ള മാത്രം ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഇതിലുണ്ടായിട്ടില്ല. പിന്നെ ഇതില് നല്ലൊരു ഫ്രണ്ട് എന്ന് പറയുന്നത് മേജ എന്നുള്ള ഒരാളാണ്. ഒരു മിനിറ്റ് കേട്ടോ, എനിക്ക് ഞാനൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്, ഒന്ന് മേടിച്ചോട്ടെ. ഓക്കെ.
പറയൂ പറയൂ. ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല, പക്ഷെ ഒരാൾ തന്നെ പോയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അയാളായിട്ട് ലോയലായിട്ട് നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഓക്കെ. അയാളായിട്ട് ലോയലായിട്ടും അയാളായിട്ട് ഏറ്റവും ബാഡായിട്ടും ഏറ്റവും നല്ലതായിട്ട്, അതായത് നമ്മളെല്ലാ ഇമോഷൻസ് അയാളില് എന്താണ് സാഷ്ടാംഗം പ്രണമിച്ച് നിൽക്കാൻ പറ്റും എന്ന് വിചാരിക്കണം. അതായത് ഒരാള് നമുക്കായിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും പിന്നെ അങ്ങനെ ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അതാണ് വിചാരിക്കുന്നത്. ലോയൽ ആൻഡ് ഡേറ്റി ഒരു പേഴ്സന്റെ അടുത്ത് തന്നെ ആവും എന്ന് വിചാരിക്കും. ഓക്കെ. അതാണ്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. നമ്മൾ പരിചയപ്പെട്ടിട്ട് ഏതാണ്ട് ഇന്നലെ മിനിയാന്ന്. ഈ 2 ദിവസം കൊണ്ട് എന്താ പറയാ, എങ്ങനെ പറയാൻ പറ്റുക എന്നെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോന്ന്? അല്ല, അത് പറയാൻ പറ്റില്ല. നീ എന്നെ വിശ്വസിക്കുന്നതും വിശ്വസിക്കാതൊക്കെ ഞാൻ നിന്നോട് സംസാരിക്കുന്ന പോലെയും നിന്നോട് പെരുമാറുന്ന പോലെ ഇരിക്കുമല്ലോ. ഞാൻ വിശ്വസിക്കാൻ ഇഷ്ടപ്പെടാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനിങ്ങനെയാണ്. തനിക്ക് വേണമെങ്കിൽ എടുക്കാം, അല്ല നിനക്ക് ആലോചിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ എന്തായാലും ഒന്ന് സംസാരിക്കട്ടെ. സംസാരിച്ചൊന്ന് എനിക്ക് എന്താ പറയാ, ഇച്ചിരി സമയം. തനിക്ക് ആവശ്യമുള്ള സമയം എടുത്തോ, നോ പ്രോബ്ലം. അതുവരെ നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ പോവാട്ടോ. പക്ഷേ ഞാൻ നിന്നോട് ഓപ്പൺ ആയിട്ട് നിൽക്കാൻ തുടങ്ങിയാൽ വളരെ ജെന്യൂൻ ആയിട്ട് ഞാൻ നിൽക്കും. പറ്റിക്കരുത്, ചതിക്കരുത്. എനിക്ക് എന്നോട് സംസാരിക്കാൻ താല്പര്യം ഇല്ലാതെ ആയി തുടങ്ങി കഴിഞ്ഞാൽ നീ ഡയറക്റ്റ് പറയണം, എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ മാന്യതയോടെ എടുത്ത് ഓക്കെ ബായ് എന്ന് പറഞ്ഞ് പിരിയും. അതെന്ന് ചോദിച്ചാൽ നിന്നെ കണ്ടാൽ മിണ്ടാതിരിക്കാവുന്ന പരിപാടിയൊന്നുമില്ല. വല്ലപ്പോഴും എവിടെന്നെങ്കിലും കണ്ടാൽ നിന്നോട് ഇപ്പൊ സംസാരിക്കുന്ന രീതി തന്നെ ഞാൻ സംസാരിക്കുകയും ചെയ്യും. ഓക്കെ. അല്ലാതെ കണ്ടപാട് ചീത്ത പറയണ പരിപാടിയൊന്നുമില്ല. നിനക്ക് താല്പര്യമില്ലെങ്കിൽ താല്പര്യമില്ലടാവും. എനിക്ക് പോകാൻ പറ്റും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ഓക്കെ, ആ റെസ്പെക്റ്റിൽ എടുക്കാൻ എനിക്കറിയാം. ഓക്കെ. എന്തായാലും ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. ഞാൻ പിന്നെ പറയാം, എനിക്ക് ഞാൻ എല്ലാ ലുഡോ എന്ന് പറഞ്ഞൊരു ആപ്പിലുണ്ടായിരുന്നു, അറിയോ? ഇല്ല. ആ ആപ്പിൽ ഒരാളായിട്ട് റിലേഷൻഷിപ്പിലായിട്ടുണ്ടായിരുന്നു ഒരു 5-8 മാസത്തോളം. അയാള് ഇവിടെ തന്നെ, എവിടെയായിരുന്നു സ്ഥലം, പൂനെയിലുള്ള ഒരു മലയാളി. ഞങ്ങള് ഭയങ്കര ക്ലോസ് ആയിരുന്നു. നമ്മൾ എല്ലാ രീതിയിലും സംസാരിച്ചിട്ടുണ്ട്. നമ്മള് വീഡിയോ കോൾ ചെയ്തിട്ടുണ്ട്. എല്ലാ രീതിയിലും സംസാരിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ പെട്ടെന്ന് അയാൾ വന്ന ഒരു ദിവസം പറഞ്ഞു, അത് ശരിയാവും തോന്നുന്നില്ലടാ, ബായ് പറഞ്ഞതും ഇങ്ങനെ ആപ്പിനെ കളഞ്ഞു പോയി ചെയ്ത്. ഞാൻ ഡയറക്റ്റ് പറയൂ കേട്ടോ. അല്ല, നീ ഡയറക്റ്റ് പറയണോ, അല്ലാതെ ഞാൻ സീരിയസ് ആയിട്ട് ചെയ്യുന്നത്. എന്നെ വേറൊരു രീതിയിൽ ഫോളോ ചെയ്ത് വന്ന ആള് ഒന്നല്ല ഞാൻ വിചാരിക്കുന്നത്. കാര്യം ഉറപ്പല്ലേ? എനിക്ക് നീ എന്നോട് അന്ന് അങ്ങനെ ചോദിച്ചില്ലായിരുന്നു. അപ്പൊ തന്നെ മറ്റേ കുട്ടി എന്നോട് ചോദിച്ചു, ഇതാരാ, ഈ 8 കുട്ടി ആരാണ്? അവര് നിങ്ങളെന്താ ഒരു ചുറ്റിക്കളിയുള്ള പോലെ. നീ അന്ന് ആ വേറൊരു ഇതിലുള്ള എന്തായിരുന്നു ആ പെണ്ണിന്റെ പേര്, സുമിയോ? അന്ന് നിന്നെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ വിളിച്ച വേറൊരു കുട്ടി കൂടെ ഇല്ലായിരുന്നു ഇവിടെ, ജുമ്മി. നീ എങ്ങനെയാണോ ചോദിക്കുന്നത് അതേപോലെ തന്നെ അയാൾ എന്നോട് ചോദിക്കുന്നുണ്ട്. അല്ല, കുട്ടി എന്റെ അടുത്ത് ഐബിയില് ചോദിച്ചിരുന്നു. എന്നോട് ചോദിച്ചു ഇയാൾക്ക് എങ്ങനെ ഇവനെ അറിയാം? ഞാൻ പറഞ്ഞു ഞങ്ങള് ജസ്റ്റ് അവിടെ ഇവിടെ വെച്ച് കണ്ടു, ഫ്രണ്ട്സ് ആയി.
ഞങ്ങളിങ്ങനെ ഇപ്പം മിണ്ടുന്നുണ്ട്. എന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. എന്നോട് അത് പറഞ്ഞ് തെറ്റിപ്പോയതാ. എന്നോട് സംസാരിക്കണ്ട പറഞ്ഞ സംസാരിക്കണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞു. ഓക്കെ ബൈ എന്ന് പറഞ്ഞു ഞാൻ വിട്ടും ചെയ്തു. എൻ്റെ അടുത്ത് പറഞ്ഞു വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് റിലേഷൻ ആരുമായിട്ട് ഇല്ലാന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറയാ, എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല എനിക്കൊരു ഡൗട്ട് ഉണ്ട്, പിന്നെ തൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് തരാവോന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ലാത്തോണ്ട് ഞാനത് കൊടുക്കുകയും ചെയ്തു. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു ഓ അയാള് ഇൻസ്റ്റ ഒക്കെ ചോദിച്ചിട്ടുണ്ടല്ലേ. ഞാൻ പറഞ്ഞു ചോദിച്ചു, അതിനിപ്പോ എന്താ, ഞാൻ കൊടുത്തിട്ടൊന്നും ഇല്ല. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അയാൾ എൻ്റെ അടുത്ത് ഇൻസ്റ്റ ചോദിച്ചിരുന്നു, അതാണ് ഇതാണെന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. എന്തൊക്കെയോ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ കുട്ടി പോയതാണ്. പിന്നെ അത് കഴിഞ്ഞ പിന്നെ അയാൾ ഇതേമാതിരി ഒരിക്കലും വേറെ എന്റെ ഫ്രണ്ട് ഇതേമാതിരി തന്നെ ഇവിടെ ഇരിക്കുമ്പോ അവൻ എന്നെ അടിച്ചു വന്ന് പിന്നെ നമ്മളെന്നെ കൂട്ടായി സംസാരിച്ചു തുടങ്ങി. ഈ പറഞ്ഞ ആളെന്നെ അങ്ങനെ സംസാരിച്ചു തുടങ്ങി. ഇപ്പൊ നിന്നെ അന്ന് എന്റെ കൂടെ കണ്ടപ്പോ ബൈ ബൈ എന്ന് പറഞ്ഞ പോയി. ഓക്കെ ബൈ എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അന്നോട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടല്ലോ. ആ കുട്ടി എന്റെ റൂമിൽ വരാറുണ്ട്, കൂടുതലിരിക്കുന്നവരോടൊക്കെ സംസാരിക്കാറുണ്ട്. അറിയില്ല എന്താണ് എങ്ങനെ മൈൻഡ് ഒന്നും അറിയില്ല. എന്റെ അമ്മേ, നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഒരാള് വേണം. എന്ത് കാര്യം എന്താ മനസ്സിലായില്ല. ഒരു മിനിറ്റ്. ഓക്കെ നീ എന്തെടുക്കുക? ഞാനിവിടെ ഫുഡൊക്കെ കഴിച്ചു, എന്താ പറയാ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. നീ അവിടെ റൂമിൽ ഇട്ടേക്കാം. ഫ്ലാറ്റ് ആണോ? ഫ്ലാറ്റ് അല്ല, ഇത് PG ആണ്. PG എന്ന് വെച്ചാൽ ഞാൻ പെയിൻ ഗസ്റ്റ് ആയിട്ട് പെയിൻ ഗസ്റ്റ് ആണ്. ഓക്കെ ശരി. അയ്യോ അങ്ങേര് അവിടെ ഓണായിട്ടുണ്ട് കേട്ടാ. ഒരു 2 മിനിറ്റ് ഞാൻ വരാവേ. വരാം. ഞാൻ വിളിക്കാം. അവിടെ സീനാക്കും. ഞാൻ പോയിട്ട്